മുൻ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ NDA യോഗം ചേർന്നു. JP നദ്ദയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് അംബേദ്കർ വിഷയവും യോഗം ചർച്ച ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് NDA ദേശീയ തലത്തിൽ രൂപീകരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ 100ാം വാർഷികം രാഷ്ട്രം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇന്നിപ്പോൾ ഡൽഹിയിൽ NDAയുടെ യോഗം ചേർന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ വസതിയിലായിരുന്നു NDA നേതാക്കളുടെ യോഗം. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയും TDP നേതാവുമായ ചന്ദ്രബാബു നായിഡു, JDSന്റെ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ കർണാടക മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള HD കുമാരസ്വാമി, അതുപോലെ തന്നെ ചെറുതും വലുതുമായ NDA മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളുടെ എല്ലാം നേതാക്കന്മാർ, കേരളത്തിൽ നിന്നും BDJSനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി എല്ലാം ഇന്നത്തെ ഈ ഒരു NDA യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയെ അനുസ്മരിച്ചും അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തു ഈ യോഗത്തിനിടയിൽ. ഒപ്പം മറ്റു ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന്, ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു. അടുത്തിടെ ലോക്സഭയിൽ ഇത് സംബന്ധിച്ചുള്ള ബില്ല് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു. പിന്നീട് പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് ഈ ബില്ല് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ JPCയുടെ പരിഗണനയ്ക്ക് വിട്ടിട്ടുള്ളത്. അതിൽ NDA സഖ്യകക്ഷികളുടെ നിലപാട് ആരായുകയും ഓരോ കക്ഷികളുടെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ വൺ നേഷൻ വൺ പോളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. അതോടൊപ്പം BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വെക്കുന്ന നിലപാടിനെ മുഴുവൻ NDA സഖ്യകക്ഷികളും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്തു. നിലവിൽ നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന്റെ അവസാനം വലിയ സംവാദമാണ് BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത്. ഒരു ഭാഗത്ത് BR അംബേദ്കറുടെ ലെഗസിയെ ഇല്ലാതാക്കുവാൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ പോലും ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് നെഹ്റു പരിവാറും കോൺഗ്രസുമാണ് എന്ന് ചരിത്ര വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ട് BJP ഒരു ഭാഗത്ത് തെളിവുകൾ നിരത്തുമ്പോൾ, മറുഭാഗത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്റെ രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിൽ അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തി. പിന്നീട് അത് വലിയ സംഘർഷങ്ങളിലേക്ക് വരും. പാർലമെന്റിൽ രാഹുലിന്റെ നേതൃത്വത്തിൽ പിന്നീട് അതിക്രമം നടക്കുകയും 2 MP-മാരുടെ തലയ്ക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായതാണ്. ആ വിഷയത്തിൽ ഇപ്പോഴത്തെ അതേ നിലപാടുമായി BJPയും NDAയും മുന്നോട്ട് പോകും. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നിലപാടുകളെ പൂർണ്ണമായി NDA യോഗം സ്വാഗതം ചെയ്തു. എന്തായാലും ഇന്നിപ്പോൾ A.B. വാജ്പേയിയുടെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിവസം തന്നെ ഇത്തരത്തിലൊരു യോഗം നടത്തുവാൻ BJP തെരഞ്ഞെടുത്തത്. ഇതിൽ മുഴുവൻ NDA നേതാക്കളും പങ്കെടുത്തു എന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു. വിഷ്ണു. യെസ്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.